ദീപം ദീപം ദീപം. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ട്. ആ ഉണ്ടാ? ഉണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇവിടെ കഞ്ഞിയാ. ആരാ പാടണത്? ആരേ? സുനിച്ചേട്ടനെ ഉറക്കുവാന്ന്. ആരാ പാടിയത്? അനി. അനിയാ? എന്താ ഇങ്ങനെ സൗണ്ട്? അവന് പനിയാ. ആണാ? എന്നാ അവനെ എനിക്കിട്ട് ഇറങ്ങി വരാൻ പറ. ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ടില്ലേ? ഉറങ്ങിയിട്ടില്ല. പാപ്പം കൊടുത്താ? 8 മണിക്ക് കഴിച്ചടാ. പാപ്പം കൊടുത്തിട്ടാണ് പാപ്പം കിടത്തിയിരിക്കുന്നത്. കിടത്തി. ഇത് എന്ത് പാട്ടാണ്? ആരെങ്കിലും ഈ പാട്ട് പാടിയാ ഉറങ്ങുവോ? അത് വിളിച്ചേപ്പിച്ചേ. ഈ പാട്ടൊന്നും പാടി ഉറങ്ങിയല്ലെന്ന്. പിന്നെ എടാ ഏത് പാട്ട് പാടണം? ഈ പുതിയ വെറൈറ്റി ആയിട്ടൊരു പാട്ട് പാടി പെട്ടെന്ന് ഉറങ്ങി. നീ ഏത് പാട്ടാണ് ചെറുക്ക് വെച്ച ബട ബോർ എന്ന് പറഞ്ഞൊരു പാട്ടൊന്ന് പാടിക്കൊടു. ഇത് പാടി കഴിഞ്ഞിട്ടല്ലോ എന്റെ ഏട്ടൻ കലിപ്പടായി എന്ന് പറഞ്ഞ പാട്ട് പാടും. ഏത് കലിപ്പടത് പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് പാടണം. സുനിച്ചേട്ട ഉറങ്ങുന്നു. പാട് പാടിയല്ല എന്താ സുനിച്ചേട്ട ഉറങ്ങിയില്ല ഇപ്പൊ? പാട്, എനിക്ക് ഉറങ്ങണം. ഞാൻ പാടിയത് ഇതാരാ വന്നിട്ട് നോക്കിയേ? ആരാ? നമ്മുടെ കളിപ്പാവ, കളിക്കൂട്ടുകാരൻ. ആര്? ഇത് നോക്ക്, നമ്മുടെ ഗിരീഷ്. വേണ്ടിട്ടേ ഓ ശല്യം വന്നു. എനിക്ക് എന്താ താമസിച്ച വരാൻ? ഞാൻ നേരത്തെ ആണല്ലോ. എന്താണ് ഇങ്ങനെ കേറി വാ നിങ്ങൾ. നിങ്ങ വർത്താനം പറഞ്ഞിരുന്ന് നേരം വിളിപ്പിച്ചോ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. മോനെ നീ ഉറങ്ങുന്നില്ലേ? നീ ഇവരുടെ കൂടെ ഇന്ന് വർത്താനം പറഞ്ഞ സമയം കളി തലവേദന എടുക്കും. പോയി കിടന്ന് ഉറങ്ങ്. ഞാൻ പോയിക്കോളാം. എന്റെ മോൻ നന്നായി വരും. എന്താ തമ്പായി എന്നൊക്കെ വിളിക്കണത്? തമ്പായി എന്നൊക്കെ വിളിക്കണത് എന്താ? നീ പോയതുണ്ടല്ലോ, എന്റെ ഏട്ടന്റെ ഭാര്യയാണ്, എന്റെ ഏട്ടത്തി അമ്മ. എനിക്ക് അമ്മയെ പോലെയാണ്. അമ്മയെ പോലെ എന്റെ സ്വന്തം അമ്മയാണത്. ഏത് ഈ പോയത്? അതെ. അപ്പൊ നിങ്ങളുടെ അമ്മ എന്താടാ? അമ്മനെ ഞങ്ങള് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. എവിടാ? ഒരു സ്ഥലത്ത്. എവിടെയാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം? ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടാക്കി. മടത്തിലല്ല, അതിന് മേളില് വൃദ്ധസദനത്തിൽ അമ്മമാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണോ അത്? അറിയാം, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ ആ കാറിനോട് ഓടിച്ചിട്ട് ഇരുത്തില്ല, അയാൾ ഓടിക്കളഞ്ഞില്ലേ? എന്ത് കഷ്ടോടാ നിങ്ങളുടെ കാര്യം. എന്താടാ? എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ രൂപമാണ് നിങ്ങളുടെ? കണ്ടിട്ട് തന്നെ ഒരു പ്രൗഢിയില്ലാത്ത രീതി. നീ ഇന്നും പണിക്ക് പോയില്ലേ? ഈ ആവശ്യമില്ലാത്ത കാര്യം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പണിക്ക് പോകരുത്. ഞാൻ എങ്ങനെ പണിക്ക് പോകും? പഞ്ചായത്ത് പൈപ്പ് കാരണം എനിക്ക് പണിക്ക് പോകാൻ പറ്റും? പഞ്ചായത്ത് പൈപ്പിന് നിന്നെ പിടിച്ച് കടിക്കോ? അതല്ലെന്ന്. ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി പണിക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ എന്റെ വീടിന്റെ ഫ്രണ്ടിലാണല്ലോ പഞ്ചായത്ത് പൈപ്പ്. നിക്കാണ് ശാന്ത. ശാന്ത സമയത്താണ് പണിക്ക് പോകേണ്ടത്. അങ്ങനെയല്ലെന്ന്. ശാന്ത കുടവുമായി വന്ന് നിക്കണം. ശാന്തയുടെ കുടം? ഓ, ശാന്ത കാലിക്കുടം വന്നിട്ട് ഇരിക്കണം. കാലിക്കുടം? ഈ കാലിക്കുടം കണ്ട ആരെങ്കിലും പണിക്ക് പോകും? ഈ ശാന്ത പോയിക്കഴിഞ്ഞാൽ പണിക്ക് പോകല്ലോ. ലീലപുരം പിന്നെ മണി വരും. ശാന്തയുടെ കൂട്ടുകാരികൾ ഇവരിങ്ങനെ 10-10 വരെ ഈ വെള്ളം പിടിക്കാൻ ഒരു പരിപാടി. പിന്നെ ഞാൻ എങ്ങനെ പോകും പണിക്ക്? അപ്പൊ ഈ കാലിക്കുടം കണ്ട കാരണമാണ് നീ പണിക്ക് പോകാത്തത്. പോകാൻ പറ്റില്ല. വിശ്വാസം. അയ്യോ, കാലിക്കുടം കണ്ട ഞാൻ പോയല്ല. ഈ സണ്ണിയിലെ എറണാകുളത്ത് വന്നപ്പോ ഇങ്ങനെയല്ലേ പോയത്? സണ്ണിയിലെ എറണാകുളത്ത് വന്നാ അന്ന് ഈ കാലിക്കുടം ഇല്ലായിരുന്നോ? അന്ന് ഒരാഴ്ചത്തേക്ക് പൈപ്പിൽ വെള്ളം ഇല്ലെന്ന് കൂടെ പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ പോയി തൂങ്ങിക്കരുത്. അതിന്റെ ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാലിക്കുടം കണ്ടിട്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ ജോലി മുടങ്ങുന്ന പറഞ്ഞ വെറും അന്ധവിശ്വാസമാണ്. ആര് പറഞ്ഞ അന്ധവിശ്വാസമാണ്? അന്ധവിശ്വാസമാണ് അതൊക്കെ. ആരാ പറഞ്ഞത്? ദൈവഭയം വേണം. ദൈവഭയം ഉണ്ട്. നീ അമ്പലത്തിൽ പോകണം? അമ്പലത്തിൽ പോകാറില്ല. എന്താ? എനിക്ക് ദൈവത്തെ പോയോ? പിന്നെ ഞാൻ എങ്ങനെ പോകും? അങ്ങനെ എന്നൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയേ, ഈ നിങ്ങൾ കാലിക്കുടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോ ഈ ശാന്ത ചേച്ചി ഇതേപോലെ തന്നെ കുടം, ഈ കാലിക്കുടം കണ്ട് ഞാൻ ഇത് നോക്കിയില്ല. പണിക്ക് അങ്ങോട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി. എടാ ഞാൻ ചെന്നപ്പോ എന്റെ മേശരി പറയാണ്, നിനക്ക് പ്രമോഷൻ. കൺഗ്രാറ്റുലേഷൻ. ഞാൻ ബാങ്കിലല്ലേ ജോലി. പ്രമോഷൻ എന്ന് അറിയില്ല, ഉയരങ്ങളിലേക്ക് കയറി. ഉയരങ്ങളിലേക്കാണ്. എനിക്ക് അവിടെ മണ്ണരിക്കല പരിപാടി സൈറ്റില്. എന്നോട് പറഞ്ഞു, നീ ഇന്ന് മണ്ണരിക്കണ്ട, ഈ കാണുന്ന ഫില്ലിംഗ് കട്ട മൊത്തം പൊക്കത്തിലേക്ക് കയറ്റിക്കോളാൻ. എത്ര നിലയില്? 12ാം നില. അയ്യോ, ലിഫ്റ്റ് പോണ്ടേ? ലിഫ്റ്റാ? അതാണ് കാലിക്കുടത്തിന്റെ മഹിമ. ലിഫ്റ്റ് കംപ്ലൈന്റ്. അന്ന് ഞാൻ നിർത്തിയാണ് ഈ പരിപാടി. കാലിക്കുടം കണ്ട ഞാൻ പോകില്ല. അത് ഉറപ്പാണ്. ഈ പണിക്ക് പോകണ്ടപ്പോ എന്റെ പെണ്ണുങ്ങളൊന്നും പറയില്ല. അവളെ ഞാൻ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചില്ലേ? സുരേഷിന്റെ കൈ ഏൽപ്പിച്ച? സുരക്ഷിതമായ കൈ. അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തും കൊണ്ടങ്ങോട്ട് സുരക്ഷിതമായി ഏൽപ്പിച്ചു. എന്ത് കാര്യത്തിനാണ് അച്ഛന്റെ അമ്മയുടെ? എന്ത് കാര്യം?
ചെറിയൊരു പ്രശ്നം. എന്ത്? അവളൊന്ന് പാചകം ചെയ്ത് അവളുടെ പാചകത്തെ ഒന്ന് പുഴത്തി പറഞ്ഞു. കണ്ടാ വാരി പാചകം ചെയ്തതിനെ കലക്കനടിക്കുന്നത്. അവൾ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ അവളൊരു പായസം വെച്ച്. പായസം ഇഷ്ടമില്ലാത്തവരാരും അടിപൊളി പായസം ഉണ്ടാക്കി നീ പുകഴ്ത്തി പറഞ്ഞു. അതിന് വീട്ടിൽ ഉണ്ടാക്കിയത് അവള് വെച്ച പായസമല്ല, സാമ്പാറാന്നത്. അത് മോശമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. അതൊക്കെ എന്റെ ഏട്ടത്തിയമ്മന്റെ തമ്പായി. പായസം ഉണ്ടാക്കിയ പായസമാണ്, സാമ്പാർ ഉണ്ടാക്കിയ സാമ്പാറാണ്, അവിയൽ ഉണ്ടാക്കിയ അവിയല് പരിവാണ്. അത് വരുമോ? ഇവിടുത്തെ പട്ടി ഉണ്ടല്ല, ഭക്ഷണം കഴിച്ചാണ്ട് ഇങ്ങോട്ട് നിപ്പുണ്ട്. അറിയാമോ, ഈ പട്ടി വരെ എന്റെ ഏട്ടത്തിയമ്മണ്ടല്ല അമ്മയിട്ടാ കാണുന്നത്. എനിക്ക് ഇവിടുത്തെ പട്ടിനൊന്ന് പരിചയപ്പെടണം. ഇവിടുത്തെ പട്ടിനൊന്ന് പരിചയപ്പെട്ടാക്കൊള്ളാന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ ഒരു 1/2 കിലോ ഇറച്ചി മേടിച്ചു. ഈ ഇറച്ചി എന്റെ ഏട്ടത്തിയമ്മ കൊണ്ട് കൊടുന്നിട്ട് നല്ല വേപ്പിലേക്ക് ഇട്ട് മുളകൊക്കെ തേച്ച് കുരുമുളകൊക്കെ ഇട്ട് ഒരു വെപ്പങ്ങ് വെച്ചു മോനെ, മൂക്കിലുണ്ട് മണ്ണടിച്ചിട്ട് ഇന്ന് കഴിച്ചിട്ട് കിടന്നാ കേട്ടാ. ഇന്ന് നമ്മൾ 3 പേര് അടിപൊളിയായിട്ട് കഴിക്കും അവിടെ ഇരുന്നു. ആര്? 3 പേര്. അതാണ് ഞാനും എന്റെ അനിയനും കൂടെ എവിടെ നിന്നും കഷ്ടപ്പെട്ട് 1/2 കിലോ ഇറച്ചി മേടിക്കും. അപ്പൊ ഏതെങ്കിലും നാളെ അന്ന് വന്നോളൂ തിന്നാനായിട്ട്. എന്നെയാണ് ഉദ്ദേശിച്ചത്? അല്ല നിന്നെയല്ല, പൊതുവേ രക്ഷപ്പെട്ടു. ഹരിപ്രസാദിന് ഒരു കാര്യം മറന്നുപോയി, ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. തമ്പായി, എന്താ മോനെ? നമ്മുടെ ഹരിപ്രസാദിനെ ഇറച്ചി കൊടുത്തായിരുന്നാ? കൊടുത്ത്. സമാധാനായി. ഹരിപ്രസാദ അച്ഛനാണ്. അച്ഛൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഇവിടുത്തെ പട്ടിയില്ലേ, അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ അതിനെ കാണുന്നത്. അതാണ് ഞങ്ങൾ അച്ഛന്റെ പേരായിട്ട് ഹരിപ്രസാദ്. ഇങ്ങനെ ഒരു പട്ടിനെ ഞാൻ പേര് കേട്ടിട്ടില്ല, ഹരിപ്രസാദ്. അതെല്ലേ? ഈ നിങ്ങൾ ഈ പട്ടിനെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ പട്ടിനെ ഞാനും ഹരിപ്രസാദിന് ഞാനും എന്റെ അനിയനും കൂടെ എത്ര പ്രാവശ്യം കൊണ്ട് കളഞ്ഞാന്നറിയാവോ? എന്നിട്ട് ഒരു തോടിന്റെ അക്കരെ കൊണ്ട് കളഞ്ഞ് ഞങ്ങൾ വന്ന് വീട്ടിലിരിക്കുമ്പോഴേ ഈ വാതിപ്പിട്ട് ഇങ്ങിരിക്കും. അച്ഛനല്ലേ വന്നിരിക്കണം, വല്ലതും പറയാൻ പറ്റുവാ? ഒന്നും മിണ്ടരുത്. അപ്പൊ ഇവൻ പറഞ്ഞ് അച്ഛൻ ഉറങ്ങിട്ട് കൊണ്ട് കളയാന്ന്. ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് ഒരു ചാക്കി കെട്ടി ഒരു തോട് നിന്ന് ചക്കര ചെന്ന് മല കയറി അപ്പുറത്ത് ചെന്ന് ഒരു കാട്ടി കൊണ്ട് കളഞ്ഞ് ഞങ്ങളോട് 4 മണിക്കാ പോയത്. തിരിച്ചു വരുമ്പോ 7 മണിയായി. രാത്രിയായി. വഴി അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. ഇല്ല. ആകെ കൂടി അറിയാവുന്നത് നിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. രാത്രി ഞങ്ങൾ അവിടെ കിടന്ന് പെട്ടുപോയില്ലേ. അവസാനം ഏട്ടായി ചെയ്ത പണി എന്താ പരിപാടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ചാക്കിന്റെ കെട്ടങ്ങോട്ട് അഴിച്ച് ഈ അച്ഛനെ അടുത്ത് പുറത്ത് കണ്ടിരുത്തി. ഈ അച്ഛൻ ഓടി അങ്ങോട്ട് പോയി അതിന്റെ പുറകെ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ ബുദ്ധി അപാരമാണ് കേട്ടാ. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഈ ഹരിപ്രസാദ് ഇവിടെ. ഹരിപ്രസാദേ ചേട്ടായി കൈ മാറ്റി, കൈ പിടിച്ച അനക്കല്ലേ കേട്ടോ. അനക്കരുത്. ഏട്ടാടെ കയ്യിൽ ഒരു കൊതുകിരുന്ന് കടിക്കുന്നുണ്ടായിരുന്നാ? അതിനൊക്കെ ഒന്നാണ്. ചേട്ടന്റെ കയ്യിൽ കൊതുകിരുന്ന നീ അടിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ കടിച്ച് എനിക്കാണ് വേദനിക്കണത്. അയ്യോ, അങ്ങനെയാണ്. അവിടെ പിച്ചല് എനിക്ക് വേദനിക്കണമെന്ന്. അവരെ തല്ലി എനിക്കല്ലേ വേദിക്കണത്. ഇതെന്താണ് ഇവിടെ ഇങ്ങനെ? അങ്ങനെ അത്രക്ക് രക്തബന്ധമാണ് ഞങ്ങൾ തമ്മില്. മോനെ, നീ ഗുളിക കഴിച്ചായിരുന്നോ? എനിക്കറിയാം നീ മറക്കും. ഇത് കഴിച്ചങ്ങട്. ചേട്ടൻ വെള്ളം കുടിക്കേ. തമ്പായി കാത്തോണേ. ഇതാർക്കാണ് ഇതിൽ ഗുളിക കൊടുത്തത്? ചേട്ടന് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മരുന്ന് കൊടുത്തതാ. അതെ. ഈ ആർക്കാണ് ഈ ഗുളിക കൊടുത്തത്? ആർക്കാ? അനിയനെ. ഇവിടെ അല്ല ഗുളിക കൊടുക്കേണ്ടത്. ഇവരിൽ ആര് കഴിച്ചാലും ഒരുപോലെ അല്ലേ? എനിക്ക് വയ്യ. ഇത് 3 പേരും ഒരേ മെത്തേഡിലാണ്. എന്ത് പറയാനാണല്ലേ. ഈ നിങ്ങളുടെ ഈ ചേച്ചി ഉണ്ടല്ലോ, ഒരു കാര്യം, ഇവര് അയൽക്കൂട്ടത്തിൽ എനിക്കെതിരെ ചെറിയൊരു സംഭവം. അത് പറഞ്ഞപ്പോഴാ നിന്നെ ഞാനൊന്ന് പിടിക്കാനിരിക്കണേരുന്നു. നീ ഇന്നലെ ശാന്തയുടെ വീട്ടിലെ ഡോർ പണിയാൻ പോയായിരുന്ന? ചെറിയൊരു ഡോർ പണിതു. ശാന്തയില്ല, അയൽക്കൂട്ടത്തിലും പൈപ്പും ചോട്ടിലും ബ്യൂട്ടി പാർലറിലൊക്കെ നിന്റെ കുറ്റവും പറഞ്ഞ് നടക്കണേണ്. എന്തിന്? ആ ഡോറ് പൊളിഞ്ഞു വീണെന്ന്. അതൊരിക്കലും ഈ ശാന്ത വെറുതെ കല്ല് വെച്ച നുണയെ പറയണം. പൊളിഞ്ഞു വീണ് ഞാൻ എന്തെല്ലാം പണികൾ ചെയ്യുന്നു. ഇതിൽ ഡോർ വെപ്പാണ് എന്റെ മെയിൻ പരിപാടി. ഈ ഡോർ ഒരിക്കലും പൊളിയില്ല, എനിക്ക് ഉറപ്പാണ്. പൊളിഞ്ഞു വീണെന്ന്. അങ്ങനെ എന്നെ തുറക്കി അടക്കി ചെയ്തു. ചെയ്യണ്ടേ? അവൾ എന്നോട് പറഞ്ഞെന്നു ഒരു നല്ല പോലത്തെ ഒരു അടച്ചുറപ്പുള്ള ഒരു ഡോർ പണിത് തരാൻ പറഞ്ഞു. അതുപോലെ ഒരു സാധനം ഞാൻ പണിത് കൊടുത്ത് ഇനിയിപ്പോ അത് പൊളിഞ്ഞു പോന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ബാത്റൂമിന് അടച്ചുറപ്പുള്ള ഡോറ് ഇവനെ കൊണ്ടല്ലേ വെപ്പിച്ചത്? വേണ്ടട്ടാ, അവന് അഡ്വാൻസ് കൊടുത്തു പോരുത്. വെപ്പിക്കണ്ട, നമുക്ക് ഡോറ് വേണ്ട കേട്ടാ. നീ ഇവന്റേക്ക് ഈ കൂട്ടും കൂടി നിന്റെ ബുദ്ധിയും കൂടി പോ, മനസ്സിലായാ? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടാ. മോൻ പോയി കിടന്ന് ഉറങ്ങേ. തമ്പായി ഉറങ്ങാൻ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങേട്ടായി. ഇവരുണ്ടല്ല എന്റെ ഭാര്യ, ഇവരെ കാണണമെന്നറിയാ ദൈവത്തെ പോലെയാണ്. അനിയൻ ഇങ്ങനെയാണ് അനിയൻ. ഒരു ചന്ദനം കൂടി തൊട്ടുകൊടുത്തു.
ദൈവത്തെ പോലെ കാണുന്ന ഒരു നീ സാധനം. പോണില്ല വീട്ടിൽ ഞാൻ പൊക്കോളാം. എടാ നീയൊക്കെ ഒരു കാര്യം, ഒരു സാധനം നമുക്ക് ആരെങ്കിലും അറിഞ്ഞു തന്നത് മേടിച്ചോണം. എന്താ? നിങ്ങൾ രണ്ടുപേരും പൊട്ടന്മാരായി പോയി. എന്താണെന്ന്? എന്നെ പോലത്തെ ഒരു കൂട്ടുകാരനെ എപ്പോഴും കിട്ടില്ല. എന്താണ്? മനസ്സിലാക്കണം നിങ്ങൾ. എന്താ നിങ്ങൾക്കൊരു കക്കൂസ് അനുവദിച്ചിട്ട് നിങ്ങൾ മേടിച്ചാ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കക്കൂസ് ഉണ്ടല്ലോ. എടാ അത് അറ്റാച്ച്ഡ് അല്ലേ, ഒരെണ്ണം വേറെ പഞ്ചായത്തിന് കിട്ടിയിട്ട് നിങ്ങൾ മേടിച്ചാ? ഞങ്ങൾക്ക് കക്കൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മകേഷ് കൊടുത്തേക്കാൻ. ഞാൻ പറഞ്ഞു എന്തിനാടാ മകേഷ് കൊടുക്കാൻ? നിങ്ങൾക്ക് അത് എന്ത് കിട്ടിയെന്താ? ഇടാ മകേഷ് കക്കൂസില്ല, അവന് കൊടുത്തിട്ടുണ്ടേ. എന്തിനാ നിങ്ങൾക്ക് എന്നിട്ട് മകേഷിന് കൊടുക്കേണ്ട? എന്താ കൊടുക്കണെന്നാ? ഈ മകേഷേ അവന്റെ പ്രതികാരം മുഴുവൻ നിൽക്കണം എന്റെ പറമ്പിൽ, അറിയാവാ? അവനല്ലേ കക്കൂസ് വേണ്ടത്. അതാണല്ലേ? എനിക്ക് നിങ്ങളോട് വർത്താനം പറയാൻ പറ്റില്ല. അടുത്ത ദിവസങ്ങളിൽ എനിക്ക് പണിക്ക് പോകണം. ഈ കാലിക്കുടം കണ്ടിട്ട് എനിക്ക് നടക്കില്ല. ഞാനത് വേറെ രീതിയിൽ ഇന്ന് കാലിക്കുടം ചേഞ്ച് ചെയ്തിട്ട് പണിക്ക് പോകും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തോ കേട്ടാ. ഏട്ടായി ഒന്നിരുന്ന്. അവന്റെ മിണ്ടായിരിക്കും നല്ല കേട്ടാ. അവനെ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ചോറ് തിന്നാൻ വേണ്ടി വന്നവൻ. അതെ ഏട്ടായിക്ക് ഇന്നലെ കാല് വേനിക്കെന്ന് പറഞ്ഞായിരുന്നു. കാല് ഇവന്റെ കൂടെ കൂടരുത് ഒരിക്കലും. അവന്റെ കൂടെ വീട്ടിൽ കയറ്റരുത്. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടില് തമ്പായി ഉണ്ടാ? തമ്പായിണ്ട്. ഈ തമ്പായുള്ള വീട്ടിലേക്ക് എന്താണ് അവൻ എപ്പോഴും ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത്? അതാണ് ഞാൻ. അതുപോലെ ഒരു കള്ള ലക്ഷണം കണ്ടല്ലോ അവന്റെ. അവൻ ഒന്നാമത് നാട്ടില് ഭയങ്കര സ്ത്രീ വിഷയത്തിൽ ഭയങ്കര പേരാണ്. എന്തോ ഞാനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയാലും ആലോചിക്കേ. തുടങ്ങിക്കോ. നിന്റെ അഭിപ്രായം എന്താ? ഏട്ടായി എന്ത് തുടങ്ങിയാലും ഞാൻ കൂടെ ഇല്ലേ? പിന്നെ ഉണ്ടല്ലോ തമ്പായുടെ ഒരു സംഭവം കൂടി ചോദിക്കണം. അത് വേണം, അത് വേണം. എന്താ ഏട്ടാ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഒന്ന് കിടത്തി ഉറക്കൂലേ? ഞാനേ പുതിയൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയാലും ആലോചിക്കുക. ബിസിനസ്സാ? നല്ല, പക്ഷെ കാശ് വേണ്ടേ? കാശ് എനിക്കൊരാളൊരു 500 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഏട്ടാ? അത് എന്റെ ഒരു അളിയൻ. എന്റെ അനിയനാ? എന്റെ അനിയൻ എന്തിനാ നിങ്ങൾക്ക് കാശ് തന്നത്? തമ്പായി എന്താ മോനെ ഇങ്ങനെ വഴക്കിടില്ല, എനിക്കാണ് കൊള്ളണത്. അയ്യോ എന്റെ മോന് വേദനിച്ച. എടി 500 രൂപ കൊണ്ട് എനിക്ക് കള്ളുകുട്ടികളല്ല, പിന്നെ ബിസിനസ് നടത്താനാണ്. എന്ത് ബിസിനസ്സാണ്? ഈ 500 രൂപയ്ക്ക് ഞാൻ മുട്ട മേടിക്കും, കോഴിമുട്ട. കോഴിമുട്ട എന്തിനാ? പൂക്കൾ ഇടാനാ? ഓ എടി കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ? കോഴി ഓടുന്നു, മുട്ടയിടുന്നു, കാഷ്ടിക്കുന്നു, ഒക്കെ വെള്ളം ഇവിടെ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ കോഴിനെ കൊണ്ട് വിൽക്കേ. കണ്ടാ അയാളുടെ സ്വഭാവം എടുത്തോണ്ട് എല്ലാ സാധനവും ഇങ്ങനെ വിൽക്കണേ. എന്തിനാണ് ഇപ്പൊ കോഴിനെ വിൽക്കണേ? എന്തിനാ നിങ്ങ ഈ കോഴിനെ വിൽക്കണ ചുമ്മാതല്ല, പിന്നെ കോഴിനെ വിറ്റ് ഞാൻ ആടിനെ മേടിക്കും. എന്നിട്ട് ആടിനെ മേടിച്ച ഒരാട് കൊണ്ട് ഒറ്റ പ്രസവത്തിൽ എന്തോരം കുഞ്ഞുങ്ങളാ. ശരിയാണല്ലേ? ആണ് ഒരു സുപ്രഭാതത്തിൽ ആടിനെ കണ്ടുകൊണ്ട് വിൽക്കുകയാണ്. കണ്ടാ ഇയാള് നിങ്ങ നന്നാവൂല. നിങ്ങ പിന്നെ കൊണ്ട് വിറ്റ് 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 നിക്കണേണല്ലോ. എടി ആടിനെ വിറ്റിട്ട് പശുവിനെ മേടിക്കൂല. പുല്ല് മോനെടുത്തോളൂ. പശുവിനെ പുല്ലെടുക്കും, ചാണം വരെല്ലാം ചെയ്യും. എന്റെ മോൻ. എന്നിട്ട് ഈ പശുവിനെ മേടിച്ചിട്ട് നമ്മ എന്ത് ചെയ്യും ചേട്ടാ? ഈ പശുവിന് 10 ലിറ്റർ പാല് കിട്ടും. 7 ലിറ്റർ ഞാൻ സൈക്കിളിൽ നിന്ന് ചവിട്ടി സൊസൈറ്റി കൊണ്ട് കൊടുക്കും. 2 ലിറ്റർ ഞാൻ നീയും കൂടെ കാച്ചി കുടിക്കും. പിന്നെ 1 ലിറ്റർ എന്റെ അച്ഛനും അമ്മക്കും കൊടുക്കാം. അച്ഛനും നമുക്ക് കൊടുക്കാം. അത് നല്ല കാര്യം. കണക്ക് നമ്മ രണ്ടുപേരും കണക്കിൽ വീക്കാർന്നല്ല. കണക്ക് എന്തോ പാലിട്ടുണ്ട് ഇവിടെ. അതെങ്ങനെ? ഒന്ന് 10 ലിറ്റർ പാല് കിട്ടിയല്ലോ. 10 ലിറ്റർ പാല് കിട്ടി. അതൊന്ന് കണക്ക് പറയാം. കറക്റ്റ് 7 ലിറ്റർ സൊസൈറ്റി കൊടുത്തു. 2 ലിറ്റർ ഞാൻ ഇവിടെ കൊണ്ട് കാച്ചി കുടിച്ചോ. 1 ലിറ്റർ ഇവിടെ അച്ഛനും അമ്മക്കും ഞാൻ കൊടുത്തു. എന്റെ അച്ഛനും അമ്മക്കും. അതെന്താ? ഈ തന്തയും തള്ളും കുഴിലേക്ക് കാലിനിട്ടിരിക്കുന്ന തന്തയും തള്ളും പാല് മാത്രം കുച്ചുള്ള. എന്താ മോനെ എന്റെ അച്ഛനും അമ്മേനെ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ മോനെ? അപ്പൊ എന്താ വയറ്റിലേക്ക് പാല് ഇറങ്ങൂല? എനിക്കെന്താ പാലില്ലേ? മോൻ എന്തിനാണ് ഇപ്പൊ പാല്? അവര് പ്രായ ആൾക്കാർ, അവര് കുടിക്കട്ടെ. ഈ മരിക്കാൻ കിടക്കുന്ന അവർക്ക് എന്താണ് ഈ പാലെന്ന്? ഇവിടെ പാല് കുടിക്കട്ടെ. ആങ്ങളല്ലേ കാശ് തന്നത്? ആരാങ്ങളാ? ഇവളുടെ ആങ്ങളാ. ഈ കോക്കാച്ചിയുടെ ആങ്ങളെ പൈസ എന്ന് പറയുന്നത് എനിക്ക് പാല് കുടിക്കാൻ പാടില്ല ഇവിടെ. നീ എന്താണ് പറഞ്ഞത്? ഈ തള്ളെന്താണ് പറഞ്ഞത്? ഞാനിപ്പോ തള്ള എന്തോന്ന് ചോറന്റെ ഈ കൈ കൊണ്ട് നിനക്ക് ഞാൻ വാരുന്ന നന്ദിയില്ലാത്തവനെ. അയ്യോ ഈ ചോദിട്ടുണ്ട് അടുക്കള ഭാഗത്തോട് ഞാൻ നന്നാക്കി പറഞ്ഞിട്ട് ഛർദ്ദിച്ചു കളയും. അമ്മായി പറയണത് നിങ്ങൾ നിനക്ക് നാണുണ്ടാ? നാറി ഈ കുടുംബം എന്താ ഇറങ്ങ? ഞാൻ എങ്ങോട്ട് ഇറങ്ങാൻ? നീ ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. അങ്ങനല്ല, നീയല്ല പറഞ്ഞത്. ഈ നിക്കണ എന്റെ നേട്ടനാറി പറഞ്ഞ ഞാൻ ഇവിടെ ഇറങ്ങണം. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇറങ്ങിക്കോ. ഒരു കാര്യം ഞാൻ പറയാം. ഇനി അനി സുനിയില്ല, സുനിയും അനിയും മാത്രമേ ഉള്ളൂ.
അയ്യോ എന്റെ കല്യാണം പോയേ, എന്റെ കല്യാണം പോയേ, അയ്യോ അയ്യോ എന്റെ സ്ത്രീധനം പോയേ, അയ്യോ. എന്താ ബഹളമാ ഇവിടെ? എടാ എനിക്ക് ഇവിടെ കിടന്നുറങ്ങട്ടെ. എന്തുവാ ഇവിടെ? തന്റെ ഭർത്താനെ കേട്ട തന്റെ പായുന്നല്ലോണ്ട് ഞാൻ എന്റെ കഷ്ടത്തിരിക്കണ പോലെ നീ അതുകൂടെ പറയാ എന്റെ വേണ്ട. ഞാൻ സംസാരിക്കും ഇവരെ കൂട്ടുകാരൻ എന്താണ് ഇവിടെ സംഭവം? എന്താണെന്നാ എന്താ സംഭവം? എന്താ സംഭവം? എന്താ സംഭവം? ഇവനിപ്പൊ പാല് വേണോന്ന്, പാല് കുച്ചണം പോലും. വേറൊന്നല്ല, ഈ ഏട്ടന്നാറി ഇത്ര നാൾ ഞാൻ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളെ പാട്ടുപാട്ട് ഉറക്കണം ഞാനാണ്. എന്നിട്ട് അയാൾ ചെയ്ത പണിയെന്ന് അറിയാമോ? എന്താണ് ഇത്? അപ്പൊ നീ എന്നെല്ലാം കൂടെ എന്നോട് ചോദിച്ചില്ലേ? ഇവൻ ചെയ്ത പണി അറിയാവാ? എന്താണ്? എടാ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടിക്കുമ്പോഴേ ഇവൻ ചിക്കൻ ബിരിയാണി കഴിച്ചത് അറിയാവാ? എങ്ങനെ ശബരിമലക്ക്? ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടിക്കണ. അപ്പൊ ഇവൻ ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ചറിയാവാ? അവൻ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് നിനക്കെന്താണ്? അപ്പൊ എന്റെ വൃതം പോവല്ലേ? എങ്ങനെ വൃതം തെറ്റിയല്ലേ? വൃതമല്ല മനുഷ്യ, വൃതം. അതെങ്ങനെ തെറ്റും? എടാ ഞാൻ കഴിച്ചാലും അവൻ കഴിച്ചാലും ഒരുപോലെ അല്ലടാ. നീ കൊന്നറ എന്താ ഇവിടെ സംസാരിക്കും, എന്റെ വീട്ടിൽ സംസാരിക്കും. എന്താണ് നീ പറ? ഞാൻ 130 ഡിഗ്രിയിൽ പനി പിടിച്ച് വിറച്ചിടണം സമയത്തുണ്ടല്ലോ, അയാൾ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചടാ, എനിക്ക് പനി കൂടിയില്ലേ? അവൻ അന്നേരം ഒന്ന് കുളിക്കട്ടെ. എടാ എനിക്ക് പനി കൂടൂലേ? ഇപ്പൊ ഇവിടുത്തെ സംഭവം അറിയാമോ? ഇയാളൊരു പശുവിനെ മേടിച്ച് 10 ലിറ്റർ പാല് ഇറങ്ങുന്ന പശു. ഇയാൾക്ക് 10 ലിറ്റർ പാല് കിട്ടി. 7 ലിറ്റർ അയാൾ സൊസൈറ്റി കൊണ്ടുകൊടുത്തു. 2 ലിറ്റർ ഇയാളും ഇയാളുടെ ഭാര്യയും കൂടി കുടിച്ച് ബാക്കി 1 ലിറ്റർ ഉണ്ട്. അത് ഇയാളുടെ പെരട്ട ഈ തള്ള ഉണ്ടല്ലോ, തള്ള, അയാളുടെ തള്ളക്ക് നന്ദിയും കുടിക്കാൻ കൊടുത്തേക്ക്. സംസാരിക്കല്ലോ നിങ്ങൾ. നീ ഞങ്ങളുടെ ഭാഗത്താണ് അവന്റെ ഭാഗത്താണ്? അങ്ങനെയല്ല. നീ ഇവിടെ ഈ പുറം എടുത്ത് വാ. എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്റെ സ്വന്തം അനിയൻ, അല്ലാണ്ട് ഇവനെ പോലത്തെ കച്ചറയല്ല, എന്റെ സ്വന്തം അനിയൻ എന്റെ ഭർത്താവിന് 500 രൂപ കൊടുത്ത്. 500 രൂപയ്ക്ക് എന്റെ ബിസിനസ് ചെയ്യാനോ ഈ കാലഘട്ടത്തിൽ? മൊട്ട ബിസിനസ് ചെയ്യാനോ? അതെന്നെ കൂടോത്രം ചെയ്യാനോ? ഞാൻ സംസാരിക്കാം. മൊട്ട വിരിയിച്ച് കോഴി ആ കോഴിനെ അവന്റെ വാക്കും കേട്ടതേ ഇയാള് കൊണ്ട് വിറ്റേക്കാണ്. ഇയാളെ എന്തിനെ കൊണ്ടുകിടക്കും? കൊന്നുകളയാൻ അല്ല വിറ്റെങ്കിലും ഞാൻ ആടിനെ മേടിച്ച്. ആടിനെ മേടിച്ച നല്ല കാര്യം. ആടിനെ മേടിച്ചെങ്കിൽ നല്ല കാര്യം. ആടിനെ മേടിച്ചിട്ട് പിന്നെ അവന്റെ വാക്ക് കേട്ടിട്ട് ഈ ആടിനെ ഇയാള് വിറ്റ്. ഇയാളെന്തിനാ ആടിനെ വിറ്റതെന്ന്? പശുവിനെ മേടിച്ചില്ല അത് കൊടുത്ത്. പശുവിനെ മേടിച്ചല്ലോ. പശുവിനെ മേടിച്ചാൽ പിന്നെ കുഴപ്പമില്ല. ആടിനെ പശുവിനെ മേടിച്ചതാണ് ഇവിടെ ഇത്രയും വിഷയം ഉണ്ടായത്. എന്തിനാണ് ഒരു പശുവിനെ മേടിച്ചെങ്കിൽ? എടി പശുവിനെ മേടിച്ച പശു പാല് കൊടുത്താ? ഞാൻ പറയണത്, ഞാൻ അവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഈ പശുവിനെ അവര് മേടിച്ചത്? മോശമാണോ? പശുവിനെ മേടിച്ച പശു 1 ലിറ്റർ പാല്, 1 ലിറ്റർ പാല് എനിക്ക് തന്നില്ല. എനിക്ക് തരുന്നില്ല അവര്. എടാ നിന്നോട് ആര് പറഞ്ഞു നിനക്ക് പാല്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ല നിന്നെ ഇവര് ഒഴിവാക്കും. ഇവര് ഒഴിവാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നീ ഇപ്പൊ സ്ഥലമൊക്കെ നിന്റെ പേരിൽ നിന്ന് പോകും. അതൊക്കെ പീടുന്ന എങ്ങാണ്ട് കിട്ടിയ സാധനത്തിനെന്ന് അവൻ പിടിച്ചാലും വിടല്ലേ? ഞാൻ ഓർത്ത ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം എനിക്കറിയാവുന്ന കാര്യം. നീ അവന്റെ ഭാഗത്താണ് ഞങ്ങളുടെ ഭാഗത്താണ്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാൻ രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. ആണാ? എന്നാ പിന്നെ നീ ഞങ്ങളുടെ വീട്ടിൽ കുഴപ്പമില്ല. ഞങ്ങളുടെ പശുവിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയണം. ഞങ്ങളുടെ പശു എന്റെ അനിയൻ തന്ന കാശിന് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ ബിസിനസ് കൊണ്ട് എടുത്ത് മേടിച്ച പശു 10 ലിറ്റർ പാൽ. ആ പാലിന് 7 ലിറ്റർ എന്റെ ചേട്ടൻ കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണ്ടേ? വേണ്ടേ? അവൻ 1 ലിറ്റർ കൊടുത്തില്ലെന്നും പറഞ്ഞ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണ കാര്യമുണ്ടോ? അത് ശരി. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ഇതിന്റെ കാരണക്കാരൻ ഇവൻ ഒറ്റ ഒരുത്തൻ. ഇപ്പൊ ഈ പശു ഉണ്ടല്ലോ, ഈ പശു ഒറ്റ പശുവാണ് എന്റെ ജീവൻ തകർന്നിരിക്കുക. എനിക്ക് ഇതിലൊരു തീരുമാനം നീ ഉണ്ടാക്കിയതാ. ഈ പശുവാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. പശുവിനെ പോയി പിടിയടാ. ഈ പശുവിനെ പിടിച്ചോണ്ട് വാ. ഈ പശുവിനെ പിടിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. അതെ, ചിലപ്പോ ഇവളുടെ ആങ്ങൾ എനിക്ക് 500 രൂപ തരുമായിരിക്കും. അപ്പൊ പശുവിനെ മേടിച്ചിട്ടില്ലേ? അപ്പൊ തന്നാ ഞാൻ മുട്ട മേടിക്കും. മുട്ട മേടിച്ചാൽ വിരിച്ച കോഴിയായോ? കോഴിനെ കൊടുത്താൽ ഞാൻ എനിക്ക് ആടിനെ മേടിക്കാൻ പറ്റേ? പിന്നെ അതിനെ വിറ്റിട്ട് പശുവിനെ മേടിക്കും. അപ്പൊ 10 ലിറ്റർ പാല് കിട്ടിയല്ലേ? പിന്നെ കിട്ടും. അതാണ് അപ്പൊ ശരിക്കും സംഭവം. സങ്കല്പമാണെങ്കിൽ സങ്കല്പമായിരുന്നു. അപ്പൊ പശുവിനെ മേടിച്ചിട്ടില്ല. മേടിക്കും. അതിനാണ് ഈ സംഭവം ഇത്ര ഒപ്പിച്ച് കിട്ടിയത്. പശുവിനെ ഇല്ല, പാലും ഇല്ല, ഒന്നുമില്ല. സങ്കല്പമാണല്ലോ. ഇങ്ങോട്ട് വന്നേ. എന്താ അവനടിക്ക് കൊല്ലി. കൊല്ലാൻ അവനടിച്ച് എന്തിനാന്നാ? നിങ്ങൾ ഈ മേടിക്കാനിരുന്ന ഒരു പശുവില്ലേ, ഞാൻ വെക്കാനിരുന്ന 4 വാഴയാണ് തിന്നു തീർത്തത്. അടിച്ചവന്റെ തലമട തട്ടി പൊട്ടി. എന്തിനാണ് പിന്നെ വാഴ